ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ. മ്ലേച്ഛജാതികളായ പടയും കൂട്ടിക്കൊണ്ടു മ്ലേച്ഛൻ മൂർച്ഛിതനായി വരുന്നു യുദ്ധത്തിനായി. രണ്ടു നാൾ പാർക്കും നേരം മാഗത താനും വരും, ഇണ്ടരായി വരും പിന്നെ നമുക്കും ഓർത്തു കണ്ട. മാതുര ഭാര്യമാർക്കു ദാതനാം ജരാസുരൻ ചേതസി വിചാരിച്ച ബന്ധുവെന്നൊരു പക്ഷം മാഗത പുത്രികൾക്കും ജാതരാം പുത്രന്മാർക്കും വേണമീ രാജന് ചിത്തത്തിലുണ്ടാവരും. ആകയാലവർ തന്നെ നാം വധിച്ചിടരുതു. ആകവേ ഓർത്തു വേണം മറ്റൊരു തരാൽ കൊല്ലം. നാം ഇപ്പോൾ സമുദ്രത്തിൻ മധ്യത്തിൽ കോട്ട തീർത്തു താമസമെന്നേ. ബന്ധുവർഗവും സമസ്തവും കടത്തി പാർത്തിയിടുകിൽ അവിടെ വരികയിൽ അടർക്കൂ ജരാസുതൻ എന്നുമേ. അവിടെ ശത്രുക്കളാൽ ബാധയിൽ നമുക്കില്ല. ഉടനെ വരുവീല വന്നീടിൽ ജയിക്കുന്ന അമ്പുതി തന്നിൽ കുശബ്ദി. ഉടനെ വരുവീര വന്നീടിൽ ജയിക്കുന്ന അമ്പുതി തന്നിൽ കുശസ്ഥലിയാൻ വീവു തന്നിൽ മുന്നമേകന്നു കോട്ട ദുർജയം ജനങ്ങളാൽ ആയതും ആനത്തന്റേതാകുന്നു. വരുണനും തോയത്തിൽ മുക്കി തമ്മിൽ വൈരസ്യമാകയാതെ അവിടെ നിന്നും വരവായിട്ടു കിടക്കുന്നു. അവിടെ തീർക്കാൻ കോട്ട നമുക്കെന്നതൊന്നോനും അവിടെ ചെൽവാൻ ചെയ്തു യോജനായതമായി. ജലധി തന്നിൽ മുങ്ങിക്കിടപ്പുണ്ടു താനും. ശത്രുക്കൾ വരും നേരം വെള്ളത്തിൽ കൂടും സേതു. മിത്രങ്ങൾക്കെന്തേ വരുണൻ വഴി നൽകാൻ. മിത്രങ്ങൾക്കെന്നേ വരുണൻ വഴി നൽകാൻ. ഇത്തരം ചിന്തിച്ചിടം രാമനെ കേൾപ്പിച്ചിട്ടു ചിത്തമോദത്തോടൊരുമിച്ചു പുറപ്പെട്ടു. മധുരാപുരി തന്നിൽ പശ്ചിമ ദിശക്കതുന തെക്കേ മൂലയാകിയ ദിശയൂടെ ചെല്ലും നേരം നല്ല സേതുവും യോജനയായി. ജലവും നീങ്ങി നിന്നു കൊടുത്തു. വരുണനും സേതുവിനേരെ പോയി യോജന ചെല്ലും നേരം ചേരോ. കുശസ്ഥലിയ ദ്വീപിൽ ചെന്ന് മധുരാപുരി തന്റെ പശ്ചിമാഭുജോ നിന്നിട്ടതുന ദൂരം നാലുപാദമുണ്ടാക്കി. ഇത്തരം ദ്വീപുകിലു ഭഗവാനോ ചിത്തത്തിൽ നിരൂപിച്ചു വിശ്വകർമാവ്. വിശ്വകർമാവുടാനോപ്പോഴേ വന്നു നിന്നു വിശ്വനായക പദം കൂപ്പിനാൻ. വിശ്വകർമാവിനോടു വിശ്വഭാരകം തന്റെ നിസ്സംഗവും ഹരിച്ച വിശ്വകർമാവുതാകും ദിവ്യമാമുഹൂർത്തത്തെ. നല്ല നക്ഷത്രേ തന്നെ ദിവ്യമാമ്പുരം നിർമ്മിച്ചിടുവാൻ ഉപയോഗിച്ചു. വരുണൻ ഭഗവാൻ തന്നെ ആ ദുർജനത്തെ വിരവിൽ ദൂരെ നീക്കി 10 യോജന വഴി. പശ്ചിമാംബുധി മധ്യേ സ്വച്ഛമ
മരതകവിച്ചിക്കും ശോഭയോടെ ദീപവുമുണ്ടാക്കിനാൻ വിസ്താരം ദീർഘസമം ദശയോജന വഴി അസ്തനം ചൂഴും ഏഴു മതിലും സുവർണത്താൽ അസ്തരം ചൂഴും ഏഴു മതിലും സുവർണത്താൽ ഏഴായ മതിലുകൾക്കോരോന്നതിൽ നന്നാലായി ചൂഴവും നന്നാലായി ഗോപുരപദം തീർത്തു ആകവേ ഗോപുരങ്ങൾ 28 ആകാശമാർഗത്തോളം ഉന്നതിയും ചാരുത്രിമകുടങ്ങളോട് ആ ഗോപുരം മേരുക്കൽമകുടങ്ങളോട് അതുപോലെ ശോഭിതമായിട്ട് അവതർമ്മിച്ചു മഹോജ്വലവും ശോഭനമായ മണിഗൃഹങ്ങളും പലതരം ഇങ്ങനെ ശതം സഹസ്രഗൃഹങ്ങളും മംഗള സുവർണത്താൽ തീർത്താൻ എന്നതേ വേണ്ടു. പിന്നെ മഹോജ്വലരത്നങ്ങൾ ബഹുവിധം നന്നായി പതിപ്പിച്ചതോ ഗൃഹങ്ങൾക്കതൊക്കെയോ ഇന്ദ്രനീലത്താൽ തീർത്ത സൗധങ്ങൾ ഓരോ തരം ചന്ദ്രമാർഗത്തെ ചെന്നു തൊട്ടിത് എന്നും തോന്നും. ഓരോരോ തരം സുവർണ രത്നവർണ്ണത്തിൽ പ്രഭകളാകും. ഓരോരോ തരമുള്ള സൗന്ദര്യവും അനേകം ചിത്രമാം ഗൃഹം ബഹുനർത്തനശാലകളും എത്രയും വിളങ്ങുന്ന മണ്ഡപജാലങ്ങളും ചന്ദ്രികാങ്കണങ്ങളും സുന്ദരീ നൃത്തശാല സംഗീത ഗൃഹങ്ങൾ ചന്ദ്രികാശാലകളും കേളി മന്ദിരം സ്നാനമന്ദിരം പാനശാല ആദി മന്ദിരം നല്ല ഭോജനശാലകളും വർണ്ണികൾ തങ്ങൾക്കു വാഴ്വാറുള്ള ഗൃഹം ആനകൾക്കുള്ള പന്തി കുതിരപ്പന്തികളും നിർമ്മല ബ്രഹ്മാലയം നല്ല ദേവനാലയം നല്ല ദേവനാലയം നിർമ്മലമായ വൈശഗൃഹം ആവണവീതികളും രാജമാർഗങ്ങളും നടക്കാവുകൾ പതിഗൃഹം ഈ വണ്ണം ഓരോരോ പൊന്മയ സമങ്ങളായി കേവലാജ്ഞയാ തീർത്താൻ നിമിഷാർദ്ധേന സിദ്ധി. ഓ